പക്ഷെ സുന്നത്ത് എന്ന് പറയുന്ന പ്രക്രിയ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ഉള്ളതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരിക്കലുമല്ല, 100% തെറ്റാണത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ അത് ചെയ്യാൻ പറയുന്നത്? ഇത് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ പറയണത്. ഭൗതിക ജീവിതത്തിലാണ് ചെയ്യുന്നത്. സയൻസിൽ അത് ഓക്കെ ആണെന്നാണോ? ഇവിടെയാണ് ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം. ഒരു കുട്ടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന അത്രയും കാലം അവൻ ബ്രോഡ് മൈൻഡഡ് ആവുകയാണ്. പക്ഷെ ഇന്ന് വെർജിനിറ്റി ലൂസാവുക എന്ന് പറയുന്നത് എന്തോ വലിയ അച്ചീവ്മെന്റ് ആണ്. ഞാൻ വെർജിൻ അല്ല എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമായി മാറിയില്ലേ? എൻ്റെ സഞ്ചരിച്ച പാത എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അതെൻ്റെ വഴിയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്ന് അന്വേഷിക്കാം. നുണ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. നുണ പറയുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നിഘണ്ടുവിലേ പാടില്ല. കമ്മിറ്റ്മെന്റ് വരുമ്പോൾ അത് ടോക്സിക് ആവുന്ന ഒരു ഒരിക്കലും ഇല്ല. എൻ്റെ ജീവിതം, എൻ്റെ ചരിത്രം നിങ്ങൾക്ക് എടുത്ത് നോക്കാമല്ലോ. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷനെ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത്രയും കാലം സംരക്ഷിച്ചിരുന്ന പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആ പിതാവ് എനിക്ക് ദാനമായിട്ട് നൽകുന്നതാണ് ആ ബോള്. അവരുടെ സ്നേഹവും വാത്സല്യവും ചൂടും ചോരയൊക്കെ നൽകി വളർത്തി വലുതാക്കിയ മകളാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇനി സംരക്ഷിക്കുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ കാലശേഷം എൻ്റെ മകനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മകളാണെങ്കിൽ മകൾ. ഇതൊരു ഭർത്തൃധർമ്മത്തിൽപ്പെട്ടതാണ്. എൻ്റെ ഭാര്യയെ ഞാൻ പൂർണ്ണമായിട്ട് സംരക്ഷിക്കണം എന്നുള്ളത്. അവരുടെ കണ്ണ് നനയാതെ അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയാൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നവനാണ്. നേരെ മറിച്ച് അവർ കരയും, ഞാൻ പുറത്തേക്കൂടെ കറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ സ്ത്രീകളെല്ലാവരും പറയുന്ന അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യമില്ലെന്നാണ് തോന്നണതാ. 100% സംരക്ഷണം വേണം. കാരണം പ്രേഷ്യസ് ആയിട്ടുള്ള ഏത് വസ്തുവിനും സംരക്ഷണം വേണം. നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അർഹിക്കുന്ന വ്യക്തിയാണ് അല്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ അവർക്കാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീ. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷനെ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം സമൂഹം അതാണ്. അത് ബാല്യത്തിൽ അവർക്ക് പിതാവും, യൗവനത്തിൽ അവർക്ക് ഭർത്താവും, വാർദ്ധക്യത്തിൽ അവർക്ക് മക്കളും സംരക്ഷിക്കണം. ഇത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ആണുങ്ങൾ മുഴുവൻ മാറിയിട്ട് ഞാൻ പെണ്ണുങ്ങളിങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആണുങ്ങളുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ്. ഇതൊരു പ്രപഞ്ച സത്യം പറഞ്ഞാണ്. അല്ലെങ്കിൽ അവൻ ആത്മജ്ഞാനിയായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മാറും. കാരണം ഈ കോംപ്ലിക്കേറ്റഡ് മെമ്മറി അവനെ നിയന്ത്രിക്കാൻ അവന് സാധ്യമാവില്ല. പക്ഷേ ഇന്നത്തെ റിലേഷൻഷിപ്സിലൊന്നും ആരും കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നില്ല. അത് ആ കമ്മിറ്റ്മെന്റ് ലൈഫിലേക്ക് ഒരിക്കലും പോവാത്തതുകൊണ്ടാണ്. കമ്മിറ്റ്മെന്റ് വരുമ്പോൾ അത് ടോക്സിക് ആവുന്ന ഒരു ഒരിക്കലും ഇല്ല. എൻ്റെ ജീവിതം, എൻ്റെ ചരിത്രം നിങ്ങൾക്ക് എടുത്ത് നോക്കാലോ. ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രണയങ്ങളുണ്ടായിട്ടുണ്ടോ? എനിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഞാൻ എന്താ പറയുക, ഇതേപോലെ ഈ പറയുന്ന വിവാഹ ജീവിതം എന്ന് പറയുന്ന വിവാഹത്തിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടിയിട്ടും മറ്റു ജീവിതം മറ്റു രീതിയിലും കണ്ടായിരുന്നു. ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ പ്രപഞ്ചം പ്രൊട്ടക്റ്റ് ചെയ്യാറെന്ന് പറയാം. എനിക്കിതൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അറിഞ്ഞില്ല. ഞാൻ ഫിലിം ഫീൽഡിലാണ് ജീവിച്ചിരുന്നത്. ഏറ്റവും ഗ്ലാമറായിട്ടുള്ള ലോകമാണത്. എൻ്റെ ജീവിതം തുടങ്ങുന്ന എഡിറ്ററായിട്ടാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയം സ്റ്റുഡിയോയ്ക്കുള്ളിലാണ്. ഞാൻ എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൽ 100% ഇൻവോൾവ് ആയതുകൊണ്ട് എൻ്റെ പ്രണയത്തിനോട് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടമാനം നല്ല പ്രപ്പോസലുകൾ ആ സമയത്ത് വന്നിട്ടുണ്ട്. മോഡൽസായിട്ടും അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന പലരും എൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ കരിയർ ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു. മറ്റൊന്നിലേക്കും പോകില്ല. കാരണം നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു പടം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ദിവസത്തേക്ക് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മളുടെ ഒരിക്കലും ഫോക്കസ് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന വഴിക്ക് പെട്ടിക്കട കാണും, കള്ള് ഷാപ്പ് കാണും. അവൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുക എന്നുള്ളതാണ്. അവൻ പഠിച്ചിട്ട് തിരിച്ചു വരണം, അതാണ് അവൻ്റെ ഫോക്കസ്. അതുപോലെ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എഡിറ്റിംഗ് കരിയർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ എഡിറ്റിങ്ങിൽ ഏറ്റവും നല്ല ലെവലിൽ ഞാൻ എത്തി. ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഞാൻ 40,000 രൂപ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു. പെർ ഡേ ഞാൻ 40,000 രൂപ മേടിക്കുമായിരുന്നു. അങ്ങനത്തെ ബോളിവുഡിലെ സ്റ്റാർ എഡിറ്ററായിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. കാരണം ഞാൻ എൻ്റെ മൈൻഡ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ എൻ്റെ ജീവിതം പോകും. സോ ഐ വാസ് ഫോക്കസ് ഇൻ ദാറ്റ്. ദെൻ എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ റൈറ്ററായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. റൈറ്റിങ്ങിനകത്ത് എൻ്റെ 100% എൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം. എൻ്റെ ചെവി തലയൊക്കെ ചൂടാവുമായിരുന്നു. ഞാൻ മദ്യം ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ലായിരുന്നു. ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ സമയത്തൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ വ്രതശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഡയറക്ഷൻ, എഡിറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ്, ഈ സമയത്തൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും വ്രതശുദ്ധി. ഇന്നത്തെ ആൾക്കാർക്ക് 2 വലിച്ചു കഴിഞ്ഞാൽ സൂപ്പറായി എഴുതാൻ പറ്റുന്ന നിലപാടുള്ളവരാണ്. അവനല്ല എഴുതുന്നത്. ആൽക്കഹോളിൻ്റെ ബേസിൽ എന്തോ ചെയ്തു കൂട്ടുന്ന കല എന്നൊക്കെ പറയണതാണ്.
ഇതൊരു പവിത്രമായ ജോലിയാണത്. ഇവിടെ എല്ലാം നമ്മൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക. ഇത് നമ്മുടെ കരിയറാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ വർഷത്തെ കഷ്ടപ്പാടും കൊണ്ടാണ് ഒരു ഫിലിം പ്രോജക്റ്റ് നമ്മുടെ ആയി കിട്ടുന്നത്. ആ ഫിലിം പ്രോജക്റ്റ് എന്ന് പറയുന്നത് 20, 25, 30 ദിവസത്തെ ഷൂട്ടിംഗ് ഉള്ളൂ. ഈ 30 ദിവസം നമ്മൾ ഉല്ലസിച്ച് കളഞ്ഞാൽ നമ്മൾ ജീവിതം മുഴുവൻ കരയേണ്ടി വരും. ഈ 30 ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. ഇതിലേതാ വേണ്ടത് അവനും ഡിസൈഡ് ചെയ്യണം. ചിലർക്ക് കുത്തഴിഞ്ഞ് ജീവിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ പിന്നിൽ പോലും എന്നെ ഒരാൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ ഒരു മോശ കമൻറ്റ് വന്നാൽ എനിക്ക് വിഷമം തോന്നും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കും. അല്ല, അങ്ങനെയല്ല, ഞാൻ അത്രമാത്രം സെൻസിറ്റീവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഞാനിതൊന്നും ക്യാരി ഓവർ ചെയ്ത് നടക്കുന്നു എന്നുള്ളതല്ല, അത് കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നുള്ളതല്ല പറഞ്ഞത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. പക്ഷേ എന്നെപ്പറ്റി ഞാൻ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് എഴുതുന്ന ചില പാചകങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങനെ അല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നും. പക്ഷേ ഈ ലോകം എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ ഞാനത് സമാധാനിക്കും. അപ്പോൾ എൻ്റെ പിന്നിൽ ഒരാൾ എന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു എന്ന് പറയണ കേൾക്കാൻ എനിക്കിഷ്ടമല്ല. എൻ്റെ സഞ്ചരിച്ച പാത എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അതെൻ്റെ വഴിയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്ന് അന്വേഷിക്കാം. ഞാനെന്ന് പറയുന്നത് എൻ്റെ ജീവിത ചരിത്രം മുഴുവൻ കാണാം, എവിടെ പോയാലും അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഒരു നുണ പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ടി വിയിലിരുന്ന് അന്തിച്ചർച്ചയ്ക്ക് പറയുന്ന പോലെ പച്ചക്കള്ളം പറയാൻ പറ്റില്ല. അത് ഒരു സമയമുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുള്ളതാണ് നുണ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. നുണ പറയുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നിഘണ്ടുവിലേ പാടില്ല. അത് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാകും. അപ്പോൾ എങ്ങനെ 2 വൈഫ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാമുകനായിട്ട് ഈ പറയുന്ന തോന്നിവാസം ജീവിക്കണത്? നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആത്മാർത്ഥയാണെന്ന് പറയണം. എനിക്ക് ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നവരുടെ അടുത്ത് എനിക്കിഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സഹോദരിയെ പോലെയാണ്. അപ്പോൾ എനിക്ക് ആ സഹോദരി സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല, ഇല്ലേ? അവരെന്നെ സഹോദരിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ പിന്നെ എൻ്റെ സഹോദരിയാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം എനിക്ക് ആ റിലേഷൻ കളയാൻ ഇഷ്ടമില്ല. പിന്നെ ഏറ്റവും നല്ല സഹോദരനാവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്നൊക്കെ അങ്ങനെ പറഞ്ഞു ആസിഡ് ഒഴിക്കുന്നതും അതൊക്കെ വെട്ടുമൊക്കെയാണ്. എന്താ പറഞ്ഞ മാനസിക രോഗമാണ്. എൻ്റെ കാലത്ത് ഞാൻ പറയാം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും നിൽക്കുകയാണ്, എന്നെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും നല്ല പ്രതിഷ്ഠ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാവോ അതേ ചെയ്യുള്ളൂ. ഒരനാവശ്യമായിട്ട് ബൈക്കിൽ ബ്രേക്ക് പോലും പിടിക്കില്ല. അത്ര നല്ല ഭംഗിയായിട്ട് അവർ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. കാരണം അവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞു, വളരെ സന്തോഷമുണ്ട് കേട്ടോ രഞ്ജിത്തെ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇത്രയും ഭംഗിയായിട്ട് വിട്ടതിൽ. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഇരുട്ട് മറയുമ്പോൾ അല്ലെങ്കിൽ തൂണിൻ്റെ മറവിൽ അവിടെ സഹോദരി, ഇവിടെ വരുമ്പോൾ ഓൾ കസിൻസ് ആർ കുഷ്യൻസ്, ഇതൊന്നുമല്ല. ഇതൊന്നും നമ്മുടെ കാലത്ത് നടക്കുന്നതിൽ കൂടുതൽ അതുവാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യത്തിൻ്റെ മിസ്റ്റേക്കാണ്. ഇവിടെയാണ് ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം. ഒരു കുട്ടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന അത്രയും കാലം അവൻ ബ്രോഡ് മൈൻഡഡ് ആവുകയാണ്. പക്ഷെ ഇന്ന് വെർജിനിറ്റി ലൂസാവുക എന്ന് പറയുന്നത് എന്തോ വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ വെർജിൻ അല്ല എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമായി മാറിയില്ലേ? അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് ഒരു ഫാമിലി വന്നു. ആ കുട്ടിക്ക് മൂത്രമൊഴിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, കുഞ്ഞു കൊച്ചാണ്. അപ്പോൾ അവർക്ക് ഈ സെക്ഷൻ ചെയ്ത ഓപ്പറേഷൻ മറ്റൊരു രീതിയുണ്ടല്ലോ, അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് അതിനെ നോർമലാക്കിയാൽ കൊള്ളാമെന്ന് അതിൻ്റെ അഭിപ്രായം ചോദിക്കാനാണ് അവരെൻ്റെ അടുത്ത് വന്നതും സംസാരിച്ചതും. ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക സംസ്കാരത്തിൽ ജീവിക്കുന്നവർ ചെയ്യുന്നത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ സുന്നത്ത് എന്ന് പറയുന്ന പ്രക്രിയ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ഉള്ളതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരിക്കലുമല്ല, 100% തെറ്റാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത് അവർ ചെയ്യട്ടെ. അല്ലാത്തവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് പറയാൻ പോകുന്നത്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ചരിച്ച് ജീവിക്കുക, അറിവിനെ ചരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് ഈ സെക്ഷൻ ചെയ്യുന്നു അന്ന് മുതൽ ആ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടിരിക്കേണ്ട, അത് ചർമ്മങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഏരിയയാണ്. അതൊരിക്കലും പ്രായപൂർത്തിയാവാതെ ആ ചർമ്മങ്ങൾക്ക് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. അത് നമ്മളെപ്പോഴും പുരുഷന്മാർ അത് ഫോഴ്സ്ഫുള്ളി അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അതൊരു പ്രത്യേക പ്രായം വരുമ്പോൾ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും, അത് ഇങ്ങനെയാണ് തുറക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത്രയും കാലം ബ്രഹ്മചാര്യം കാത്തു സൂക്ഷിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിനെ ചരിച്ച് ജീവിക്കും. അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് സ്കിൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും എല്ലാം അത് തൊടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് നമ്മളുടെ ബ്രോഡ് മൈൻഡ് ആവേണ്ടതിനെ നാരോ മൈൻഡ് ആക്കി വിടും. പക്ഷേ അല്ലേ, ഞാൻ ഒരുപാട് ശ്രദ്ധിച്ച് കേൾക്കണം.
ഇത് നാരോ മൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ദിവസം എത്രയോ പ്രാവശ്യം നമ്മളുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഈ പറയുന്ന ശരീരഭാഗം തൊടും അനങ്ങുകയും ചെയ്യും. അപ്പോഴെല്ലാം ഈ കുട്ടിയുടെ ചിന്ത പോകുന്നത് ഒരേ ഇടത്തിലേക്കായിരിക്കും. അത് നാരോ മൈൻഡ് ആവുകയാണ്. ഇത് ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായത്തിൽ ആ ചർമ്മം കൊണ്ട് അതങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സ്പർശനമോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നില്ല. ആ കുട്ടിക്ക് ബ്രോഡ് മൈൻഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ അത് ചെയ്യാൻ പറയുന്നത്? ഇത് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ ഈ പറയണത്. ഭൗതിക ജീവിതത്തിലാണ് ചെയ്യുന്നത്. സയൻസിലത് ഓക്കെ ആണെന്നാണോ? സയൻസിലത് ഓക്കെ? എങ്ങനെ സയൻസിൽ ഓക്കെ ആവണത്? ഇപ്പൊ ഞാൻ പറയട്ടെ, എൻ്റെ പരിചയത്തിലുള്ള ഹിന്ദുക്കളായ എൻ്റെ കുറച്ച് കൂട്ടുകാർ സുന്നത്ത് ചെയ്തവരുണ്ട്. അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുപോലെ എന്തൊക്കെയോ അസുഖങ്ങൾ വന്ന സമയങ്ങളിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് സർജിക്കലായി ചെയ്ത കാര്യങ്ങളാണത്. എന്നുവെച്ചാൽ ഒരു ആചാരപ്രകാരം ചെയ്തതല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഈ കണ്ണിന് കവർ തന്നേക്കണ എന്തിനാ? അതിൻ്റെ മുകളിൽ പീലി തന്നേക്കണ എന്തിനാ? ഇതിനെല്ലാം നമ്മുടെ പ്രൊട്ടക്ഷനാണ് ഭാഗം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശരീരത്തിന് ഇത്രയും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതുകൂടി ദൈവത്തിന് അങ്ങ് ചെയ്തു വിട്ടാൽ പോരെ. ഞാൻ എൻ്റെ ജീവിതം കൂടി പറയാം. എല്ലാവരുടെയും സ്കിൻ അവിടെ കവർ ചെയ്ത് തന്നെ ഇരിക്കണത്. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യിപ്പിക്കുക തന്നെയാണ് ചെയ്യണത്. അത് വൈദ്യന്മാരോ ഡോക്ടർമാരോ പറഞ്ഞു കൊടുക്കും, അത് ഇന്ന രീതിയിലാണ്, അത് ഇത്ര പ്രായമാകുമ്പോൾ. അല്ലെങ്കിൽ ചെറുപ്പത്തിലേ മുതൽ യൂറിനറി ഇൻഫെക്ഷൻ വരണം. അത് ഇൻഫെക്ഷൻ വന്നാലും അങ്ങനെ ഒരു പ്രോബ്ലം വരില്ല. കാരണം അവിടെ ടിപ്പ് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ യൂറിൻ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകണത്. ഇതിൻ്റെ റിവേഴ്സ് ഒരു പവറൊന്നും അവിടെ പോണില്ല. ആ സർക്കുലേഷനിൽ അതിൻ്റെ ഉള്ളിൽ ക്ലീനിങ് നടക്കും. പിന്നെ അതിൻ്റെ ടിപ്പ് അത്രയ്ക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ ആ ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടർ അവിടെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വിടും. അതൊരിക്കലും അതിൻ്റെ ഉള്ളിൽ പറയുന്ന ഇൻഫെക്ഷൻ ഇങ്ങനെയൊന്നും വരില്ല. പിന്നെ ഏതെങ്കിലും റെയർ കേസുകളുണ്ട്, അതിനുവേണ്ടി റെയർ ആയിട്ടുള്ള അത് ചെയ്യേണ്ടി വന്നേ, അത് അവൻ്റെ കർമ്മഫലം. ഇപ്പൊ ഗുരുജിനെ കാണാൻ വന്ന ആ കുട്ടിക്ക് ഗുരുജി എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത്? ഈ നോർമൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്നെ എന്താണോ പഠിപ്പിച്ചതെന്ന് അത് തന്നെ പറഞ്ഞു കൊടുത്തു. അച്ഛനും അമ്മയും അവർക്ക് ചെയ്യേണ്ടി വന്നില്ല.